ഹായ് ഡിയേഴ്സ്. പതിവ് പോലെ ഇന്നത്തെ ഞായറാഴ്ചയ്ക്ക് കുറച്ച് സ്പെഷ്യൽ ഇതൊക്കെയുണ്ട് കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ലേ, ഇതൊക്കെയാണ് ഞങ്ങളിപ്പോഴത്തെ പരിപാടീസ്. അങ്ങനെ ഡോറയൊക്കെ എടുത്തി ഉറക്കി എന്നിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ മമ്മി, അമ്മൂസ്, ഞാൻ, ചേട്ടായി കൂടിയാണ് ഇന്ന് പള്ളിയിൽ പോകുന്നത്. പപ്പ ഇന്ന് വരുന്നില്ല. അപ്പോൾ ദേ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ച് ഇറങ്ങുകയാണ്. അമ്മൂസ് നോക്കി നിൽക്കും അപ്പം വരാനായിട്ട്. എന്നിട്ട് പിന്നെ ചേട്ടായി ഫ്രണ്ടിലേ അങ്ങ് പോയി. അതിന് ചേട്ടായിയുടെ പുറകെ ഓടിപ്പോവാം. അങ്ങനെ ദേ ഞങ്ങൾ എല്ലാവരും കൂടി പോവാണ്. അമ്മുക്കുട്ടി ഇപ്പം അവൾക്ക് സൈഡ് സീറ്റ്. നമ്മളൊക്കെ പണ്ട് പറയാറില്ലേ, പണ്ടല്ല ഇപ്പോഴും ചില യാത്രകൾ ചെയ്യുമ്പോൾ പറയില്ലേ നമുക്ക് സൈഡ് സീറ്റ് വേണമെന്ന്, അതുപോലെ അവസ്ഥയാണ് അമ്മുക്കുട്ടിക്കും ഇപ്പം. അവൾ ആ സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ ആരെയും ഇരുത്തത്തില്ല, അവൾക്ക് അവിടെ തന്നെ ഇരിക്കണം. അങ്ങനെ ദേ ഞങ്ങൾ ഓരോന്നൊക്കെ കുശലങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവാം. ഇത് കണ്ടില്ലേ. അപ്പോൾ ഇന്നത്തെ ഒരിതെന്ന് വെച്ചാൽ എന്താ, ഇന്ന് പോളിയോ കൊടുക്കേണ്ട ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ ഓർത്തു എന്തായാലും ഞങ്ങൾ ഇറങ്ങിയപ്പോൾ 8 മണിയായി. 8 മണി തൊട്ട് പോളിയോയുടെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു അംഗനവാടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ അംഗനവാടി കൊണ്ടുപോയിട്ട് അവൾക്ക് പോളിയോ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് അംഗനവാടി ആദ്യം എന്താ പറയുക, ആളൊന്നും ഒരു ഇതായിട്ടിരിക്കണം, എന്താ സംഭവം എങ്ങനെയാ എന്നൊക്കെ ഇതാവാതെ. അപ്പോൾ അവൾക്ക് നേരത്തെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തോ ഒരു ഇതുപോലെ പിന്നെ ആദ്യത്തെ ഒരു തുള്ളി കൊടുത്ത് കണ്ടില്ല എക്സ്പ്രഷൻ, ഇങ്ങനെയൊക്കെയാണ് വന്നത്. പിന്നെ എന്തൊക്കെയോ ആ ടീച്ചർ പറഞ്ഞ് അങ്ങനെ ആൾ മേടിച്ചു. പിന്നെ ദേ ഞങ്ങളുടെ കയ്യിൽ ഓട്ടിൻ്റെ മാർക്കൊക്കെ ഇട്ടിട്ടോ, ഓട്ടിൻ്റെ അല്ല പോളിയോ കൊടുത്തതിൻ്റെ. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് 1-2 ഫോട്ടോസൊക്കെ ഞാനിങ്ങനെ വെറുതെ ജസ്റ്റ് അവിടെ ആ കൈ അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അത് കാരണം അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ എൻ്റെ പള്ളിയിലൊക്കെ പോയി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്ന് ആ വഴിക്ക് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ, അതായത് അവളുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടായിരുന്നു. അപ്പം അതിന് പോകാനായിട്ട് ഞാനും അമ്മൂസേ ഉള്ളൂ. ചേട്ടായി ഞങ്ങളെ വിട്ടിട്ട് ഒരു സൈറ്റിലോട്ട് പോയി. അതുകൊണ്ടൊക്കെ കുറേ വീഡിയോസൊന്നും കിട്ടിയില്ല. പിന്നെന്ന് വെച്ചാൽ ഞങ്ങൾ ഫംഗ്ഷൻ കുറച്ചായപ്പോഴാണ് അവിടെ കഴിഞ്ഞ സമയത്താണ് എത്തിയത്. ദേ കുഞ്ഞിപ്പെണ്ണ് നല്ല കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ അത് ദേ ഇതാണ് അമ്മയും കുഞ്ഞും. അപ്പോൾ പിന്നെ ഞങ്ങളുടെ മിസ്സുമാരൊക്കെ വന്നിട്ടുണ്ട്. മിസ്സുമാരെന്ന് വെച്ചാൽ അവളവിടെ വർക്ക് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ് അവിടെ. അങ്ങനെ ദേ മിസ്സുമാരൊക്കെ ഉണ്ട്. പിന്നെ ദേ അമ്മൂസ് വാവയെ കളിപ്പിക്കുക പരിപാടികളൊക്കെ ആയിരുന്നു. ദേ ഇത് വാവയുടെ ചേച്ചിപ്പെണ്ണാട്ടോ, അമ്മുക്കുട്ടിയുടെ അടുത്ത് നിൽക്കുന്നത്. അങ്ങനെ ആൾ കുറച്ച് കരച്ചിലൊക്കെ ആയിരുന്നു. പക്ഷേ തൊട്ടിൽ ആൾക്ക് സെറ്റാട്ടോ. അത് കാരണം തൊട്ടിൽ കിടത്തി കഴിയുമ്പോഴത്തേക്ക് ആൾ ഓക്കെയാവും. പിന്നെ ഞങ്ങൾ കുറേ നാൾ കൂടിയാണ് ഞങ്ങൾ കണ്ടത്. കുറേ നാൾ കൂടി എന്ന് പറയാനായിട്ട് അവൾ ക്യാരിങ് ആയതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല. അതാണ് ഇടയ്ക്ക് പിന്നെ 1-2 വട്ടം ഇങ്ങനെ ഇരുട്ടി പോകുമ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണാറുണ്ടായിരുന്നു. ഇതാണ് ഇപ്പോൾ കുഞ്ഞിപ്പെണ്ണ്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് വന്നതിന് ശേഷം, അതായത് ഞാൻ കണ്ണൂർ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ അത് കാരണം പോകാൻ പറ്റാറില്ല. പക്ഷേ ഞങ്ങൾ വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട് പറ്റുമ്പോഴൊക്കെ. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.